ഹലോ. അപ്പം ഞാനും ചുഞ്ഞൂസ് എന്നുള്ളത് എൻ്റെ വീട്ടിലാട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്താ കളർ ഡ്രസ്സ് ഇടാത്ത വെച്ചാൽ നമ്മൾ സ്കൂളിൽ കളർ ഡ്രസ്സും അലോഡോ അല്ല കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ചുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പരിപാടികളൊക്കെ വരുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അങ്ങനെ ചുഞ്ഞിപ്പെണ്ണ് രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ നമ്മളെ അനിയത്തിക്കുട്ടിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് അവളെ കൂട്ടത്തിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നും ടാറ്റയും കൊടുത്ത് ബസ്സിൽ കയറാൻ പോവും. പക്ഷെ നമ്മൾ വിടൂലല്ലോ. അങ്ങനെ ചുഞ്ഞിപ്പെണ്ണ് പോയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചുഞ്ഞൂസിന് സർപ്രൈസായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചുഞ്ഞൂസിന് ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പാദസരം വാങ്ങിച്ചു കൊടുക്കണം. അവളുടെ പാദസരം പൊട്ടാറായിരുന്നു, പൊട്ടിയിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങി. നമ്മളെ കൺമണിക്കുട്ടിയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ ആകെ വികൃതി തരായിരുന്നു കേട്ടോ. ഇറങ്ങി ഓടാൻ നോക്കുക. പക്ഷെ നമ്മൾ കൂട്ടിലടച്ചുകൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ചുഞ്ഞു സ്കൂളിൽ വന്നതിന് ശേഷം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടെന്ന് ചുഞ്ഞുവിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളന്ന് ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ബിരിയാണി ഏകദേശമൊക്കെ റെഡിയായി വന്ന് ആ ദമ്മട് പൊട്ടിച്ചപ്പോൾ ഉള്ള ആ മണമൊക്കെ വരുമ്പോൾ എൻ്റെ സാറേ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല എന്നറിയില്ലേ, അതേ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നാളായി ഞങ്ങളിവിടെ ബിരിയാണിയൊക്കെ വെച്ചതിന് അതിനുശേഷം നമ്മുടെ മമ്മിക്കുട്ടീൻ്റെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ചുഞ്ഞുവിനുള്ളത് കൊടുത്തത്. എന്തായാലും വേണ്ടിയില്ല, ചുഞ്ഞിപ്പെണ്ണിന് ഒരുപാട് സന്തോഷമായിട്ടോ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയപ്പം ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചെറിയച്ഛനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മയും ചെറിയച്ഛനും കുഞ്ഞമ്മയും. രസമുണ്ടോ കമ്മണിയെ? തരും തരും തരും. ഓം പറയണു കുഞ്ഞമ്മേ. അവളാ തീ ഓഫാക്കമ്മി. ഇതെൻ്റെ വകയുള്ള ഗിഫ്റ്റ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ മറന്നുപോയി. ലാസ്റ്റാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ മനസ്സും കൂടി നിറഞ്ഞുപോയി. കാരണം വെച്ചാൽ നമ്മുടെ